ഹലോ. കളങ്കാവൽ, മമ്മൂക്കയും വിനായകനും പ്രധാന വേഷത്തിൽ വരുന്ന കളങ്കാവൽ. ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് പരസ്യമൊക്കെ പറയുന്ന മമ്മൂക്ക വില്ലനും വിനായകൻ നായകനുമാണെന്നാണ്. കാരണം എന്ന് വെച്ചാൽ മമ്മൂക്കയുടെ കഥാപാത്രം വില്ലനിസം ഉള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിൽ ഇതിൽ നമുക്ക് നായകൻ മമ്മൂക്കയാണ്. കാരണം ഇതിൽ പ്രധാന വേഷത്തിൽ വരുന്നതും നമ്മൾ കാണുന്നതും മമ്മൂക്കയുടെ കഥയായതുകൊണ്ട് തന്നെ എനിക്കിതിൽ മമ്മൂക്ക തന്നെയാണ് നായകനായിട്ടാണ് തോന്നുന്നത്. ഒരുപക്ഷെ മമ്മൂക്കയുടെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പരസ്യവാചകം. എന്തായാലും മമ്മൂക്കാനെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരു പരീക്ഷണശാലയാണ്. അവിടെ അദ്ദേഹം ആക്ടിങ് പരീക്ഷണം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണമാണ് കളങ്കാവൽ എന്ന് പറയുക. കാരണം അദ്ദേഹം എപ്പോഴും പുതിയ പുതിയ കഥാപാത്രങ്ങളെയും പുതിയ തരം ആളുകളെയും അവരുടെ സ്വഭാവ വിശേഷങ്ങളെയൊക്കെ നമ്മൾ എത്രയോ കഥാപാത്രങ്ങൾ മമ്മൂക്കയിലൂടെ കണ്ടു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷണ ശ്രമമാണ് കളങ്കാവൽ എന്ന് പറയും. ഇതിൽ മമ്മൂക്കയുടെ നമ്മൾ ഇതുവരെ കാണാത്ത ഒരു രൂപവും ഭാവവും ഒക്കെയാണ് കാണുന്നത്. തികച്ചും എന്താ പറയുക, നികൃഷ്ടമായിട്ടുള്ള ഒരാൾ, വളരെയധികം വൾഗറായിട്ടുള്ള എന്താ പറയുക, വികാരങ്ങളും വിചാരങ്ങളും എല്ലാം ഉള്ള ഒരാൾ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഇത് ഏകദേശം സൈനൈഡ് മോഹൻ്റെ ഒരു കഥയായിട്ട് ഇതിന് ബന്ധമുണ്ടെന്ന്. ഏകദേശം അതേ രീതിയിൽ തന്നെയാണ് കഥ പോകുന്നത്. കഥ പക്ഷേ എനിക്ക് ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്കിത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് തോന്നിയത്. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് തെളിവുകളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ള തെളിവുകളോ ഒന്നും അവശേഷിപ്പിക്കാത്ത ഒരുപാട് കൊലകൾ അതിൻ്റെ പുറകിൽ ഇങ്ങനെ പാഞ്ഞു നടക്കുന്ന വിനായകൻ. അതുകൊണ്ട് തന്നെ നമുക്കിത് കുറേയൊക്കെ ഡ്രൈ ആയിട്ട് തോന്നും. കുറേ സമയങ്ങളൊക്കെ നമുക്കിതെന്തോ ഒരു വിരസമായിട്ട് തോന്നും. കാരണം വെച്ചാൽ മമ്മൂക്കയുടെ കുറേ പെണ്ണുങ്ങളുമായിട്ടുള്ള രീതികൾ, അതിൻ്റെ പുറകിൽ ബുദ്ധിമുട്ടി വിഷമിച്ച് കിടക്കുന്ന വിനായകൻ, അങ്ങനെ നമുക്കൊരു ഡ്രൈങ് ഫീലിംഗ്, ഒരു ത്രില്ലിങ് അല്ലാത്തൊരു ഫീലിംഗ് നമുക്ക് കുറേ സമയം സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നും. പക്ഷേ ഇതിൽ മമ്മൂക്കയുടെ എന്താ പറയുക പ്രത്യേക രീതിയിലുള്ള ഭാവങ്ങളും ഇതൊക്കെ നമുക്ക് വല്ലാതെ. പിന്നെ എന്ന് വെച്ചാൽ ഈ സിനിമ എന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് നമുക്കിത് വല്ലാതെ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലാണ് സിനിമ പോകുന്നത്. സിനിമയിൽ അതിൻ്റെ ദൃശ്യങ്ങൾ കാണുന്നതിനേക്കാൾ ഉപരി ബാക്ക്ഗ്രൗണ്ട് സ്കോർ നമ്മളെ മനസ്സിൽ വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാക്കും. അതേ രീതിയിലാണ് ഇതിൻ്റെ ഇതുകൾ പോകുന്നത്. പിന്നെ ഇത് ഒരുപാട് നല്ല സ്ഥലങ്ങളുടെ ഇതുകളും ആ ഒരു കാലഘട്ടത്തിൽ ആ സ്ഥലങ്ങളും ഇതുമൊക്കെ അങ്ങനെ കുറേ ദൃശ്യപരമായിട്ട് നമുക്ക് ആകർഷണം തോന്നുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ മമ്മൂക്കയുടെ ഈ ഇതായിട്ടുള്ള രീതികളും ദുഷ്ടത നിറഞ്ഞ രീതികളും ഇതിൽ എന്ന് വെച്ചാൽ ഫസ്റ്റിൽ ശ്രുതി രാമേന്ദ്രനായിട്ടുള്ള സീനൊക്കെ നമുക്ക് വല്ലാതെ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു പെണ്ണുങ്ങളുടെ മനസ്സും അവരുടെ ആ ഒരു പെരുമാറ്റ രീതികളും മമ്മൂക്ക ആ ഒരു സീനുകളും ആ കിടപ്പറ സീനുകളും ശരിക്കും പറഞ്ഞാൽ ഒരു സീൻ പോലും ഇതിൽ വേണ്ടാത്ത ഇത്രയധികം പെണ്ണുങ്ങളുമായിട്ട് മമ്മൂക്ക ഇടപഴകുന്നുണ്ടെങ്കിലും എല്ലാം വളരെ നീറ്റായിട്ടാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ മനസ്സിലാക്കിയെടുക്കുന്ന രീതിയിലാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ആ ശ്രുതി രാമേന്ദ്രനായിട്ടുള്ള ആ ഒരു സീനും അവരുടെ രണ്ടുപേരുടെ ആ സംസാര രീതിയും അവളാ കൊല്ലുന്ന രീതിയൊക്കെ ശരിക്കും നല്ല കിടിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇതിൽ നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന വേറൊന്ന്, ഇതിൽ ഗായത്രി അരുൺ എന്നാണ് തോന്നുന്നത്, ഗായത്രി അരുൺ അവരുമായിട്ടുള്ള സീനാണ്. അവർ ആ കൊച്ചിനോട് സംസാരിക്കുക, അത് ശ്രുതി രാമേന്ദ്രൻ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് മമ്മൂക്കനോട് കട്ടക്ക് നിന്നതിന്. അതേപോലെ തന്നെ ഗായത്രി അരുൺ ഇതിൽ മമ്മൂക്കയുടെ സ്റ്റാൻലി ദാസ് ലക്ഷ്യം വെക്കുന്നതെല്ലാം ഇങ്ങനെ കുറച്ച് പ്രായമുള്ള അല്ലെങ്കിൽ ഇങ്ങനെ കെട്ട് പ്രായം കഴിഞ്ഞവർ അല്ലെങ്കിൽ കെട്ടിയിട്ട് ഡൈവോഴ്സ് ആയവർ, ഭർത്താവ് മരിച്ച കുട്ടികളുള്ളവർ. അപ്പോൾ ഈ ഗായത്രി അരുൺ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പെണ്ണുങ്ങളെയും ലക്ഷ്യം വെക്കുന്നു. അപ്പോൾ കുറച്ചൊക്കെ പ്രായമുള്ള പെണ്ണുങ്ങളാണ് വരുന്നത്. ഇതിൽ ഗായത്രി അരുണിന് ഒരു 8 വയസ്സുള്ള കൊച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം, പ്രത്യേകിച്ച് ആ ഒരു കാലഘട്ടമല്ല, ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ അവരുടെ ആ ഒരു വിഷമങ്ങളും പിന്നെ ആ കുട്ടിയോട് സംസാരിക്കുന്ന രീതിയും, അതേസമയം അവർക്കത് എന്തോ ഒരു വലിയ നമുക്കെന്തോ ജീവിതത്തിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെ കിട്ടി എന്നുള്ള അവരുടെ ആ ഒരു ത്രില്ലും എല്ലാം ഗായത്രി നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ കുട്ടിയോട് സംസാരിക്കുന്നു. പിന്നെ ഈ പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുപോകുമ്പോൾ അവരുടെ ഏറ്റവും നല്ല ഡ്രസ്സിലും ഏറ്റവും നല്ല രീതിയിലൊക്കെയാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ ഗായത്രി അരുണ് നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായി. അപ്പോൾ നമുക്കിങ്ങനെ അവരോട് ഇങ്ങനെ സ്വാഭാവികമായിട്ടും വിഷമം തോന്നും. ആ ഒരു സീൻ ആ ഗായത്രിയൊക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മാളവിക മേനോനുണ്ട്, പിന്നെ രജീഷ വിജയനുണ്ട്. രജീഷ വിജയനായിട്ടൊരു ബസ് സ്റ്റോപ്പിലൂടെ ഇങ്ങനെ നടന്നു വരുന്നൊരു സീനൊക്കെ ഉണ്ട്. നല്ല കിടുവായിട്ട് ആ സീനൊക്കെ ചെയ്തിട്ടുണ്ട്, അവർ തമ്മിലുള്ള ആ സംസാരം ഇതൊക്കെ അങ്ങനെ. പിന്നെ അതേപോലെ ഇതിൽ ഒരു പെണ്ണുങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ ആ പെണ്ണുങ്ങളുടെ ആ ഒരു ഭാവവും ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാമീണരായ സ്ത്രീകൾ അവരുടെ പിന്നെ എന്താ പറയുക, ഒരു രക്ഷ കിട്ടിയെന്ന് കരുതി അവർ ഇങ്ങനെ ചെന്ന് പെടുന്നത്,
അപ്പോൾ അവരുടെ നിഷ്കളങ്കമായ ഭാവങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, ഇതൊക്കെ നമുക്കിങ്ങനെ ഈ സിനിമയിൽ ഇങ്ങനെ മൊത്തം കാണാം. പിന്നെ ഇത് വിനായകനെ സംബന്ധിച്ച് ഇത് അദ്ദേഹത്തിൻ്റെ കരിയർ ബ്രേക്ക് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിന് വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രം കിട്ടി. അതിൽ വിനായകന് സന്തോഷിക്കാതെ അദ്ദേഹം നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബായ്.